ആയിരം നാമങ്ങൾ ആയിരം കഥകൾ. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭഗവാന്റെ 6ാമത് തിരുനാമം ഭൂതഭൃതേ നമ എന്ന നാമമാണ്. ഈ ഒരു നാമത്തിന് ശ്രീരംഗത്താണ് ഈ ഒരു കഥ സംഭവിച്ചതെന്നാണ്. ശ്രീരംഗനാഥന്റെ മുന്നിൽ നിത്യവും എത്തുന്ന ഒരു വൈഷ്ണവ ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് പ്രസാദം അർച്ചനകൾ കഴിയുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട നിവേദ്യങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏവർക്കും പ്രസാദം ലഭിക്കും. നമുക്കിന്ന് ലഭിക്കുന്നത് പോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ നിത്യം കിട്ടുന്ന പോലെ പ്രസാദം ലഭിക്കും. ഇദ്ദേഹം എല്ലാ ദിവസവും തന്നെ പ്രസാദം കിട്ടുമ്പോൾ പോരാ, എനിക്ക് കുറച്ചധികം വേണം. നിരവധി അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്, 16 മക്കളും അതോടൊപ്പം അച്ഛനമ്മമാരും ഒക്കെയുള്ള വലിയൊരു കുടുംബമാണ്. അപ്പോൾ ഈ പ്രസാദം തികയത്തില്ല, ഇത് കൂടുതൽ വേണമെന്ന് അദ്ദേഹം എപ്പോഴും പറയും. ഇത് ശ്രീരംഗത്ത് നിത്യവും ഒരു ബഹളം ഉണ്ടാകുന്ന ഒരു സന്ദർഭമായിട്ട് മാറാറുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ രാമാനുജന്റെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു. അപ്പൊ രാമാനുജര് ചോദിച്ചു, എന്താണ് കാര്യം, പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ട്, ഞാൻ എല്ലാവർക്കും ആഹാരം കൊണ്ട് കൊടുക്കണം. അപ്പോൾ പ്രസാദം ലഭിക്കാനായിട്ട് ഇവിടുന്ന് കിട്ടുന്ന ആ പൊങ്കല് അല്ലെങ്കിൽ നിവേദ്യ പ്രസാദമാണ് അവരുടെയൊക്കെ ജീവിതത്തിലെ ആഹാരമായിട്ടുള്ളത്. അപ്പോൾ അതിന് മറുപടി രാമാനുജർ പറഞ്ഞു, അങ്ങ് ഭഗവാന്റെ സഹസ്രനാമങ്ങളോ അല്ലെങ്കിൽ പാസുരങ്ങളോ വേദമോ ഒക്കെ ജപിക്ക്. അതൊക്കെ ജപിക്കുമ്പോൾ അങ്ങക്ക് കൂടുതലായിട്ട് പ്രസാദം തരാനായിട്ട് സാധിക്കും. അങ്ങക്ക് ഇതിൽ ഏതെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം വേദങ്ങൾ വേണ്ട രീതിയിൽ അറിയാൻ വയ്യ, പിന്നീടുള്ളത് പാസുരങ്ങളും അത്രയും നിശ്ചയമില്ല. പിന്നീട് പറഞ്ഞു, വിഷ്ണു സഹസ്രനാമം കുറച്ചതൊക്കെ അറിയാം. അപ്പൊ രാമാനുജര് ചോദിച്ചു, എന്നാൽ അങ്ങ് അതൊന്ന് ചൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആരംഭിച്ചു, വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂത ഭവ്യ ഭവത് പ്രഭു. അവിടെ ആ ഭൂത ഭവ്യ ഭവത് പ്രഭു ഭൂതഭൃത് എന്ന് കഴിഞ്ഞപ്പോൾ 6ാമത് നാമം എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറന്നുപോയി പിന്നീടുള്ളത്. അവിടെ കിടന്ന് അദ്ദേഹം തപ്പാൻ തുടങ്ങി. ഭൂതഭൃത് എന്ന് കുറെ തവണ പറഞ്ഞപ്പോൾ രാമാനുജര് പറഞ്ഞു, മതി, അങ്ങ് ഈ ഭൂതഭൃതേ നമ എന്ന നാമം തന്നെ നിത്യവും തൻ്റെ കുടുംബത്തെ ഇല്ലത്തിരുന്ന് ജപിച്ചോളൂ. അങ്ങേക്ക് എല്ലാ തരത്തിലുമുള്ള ആഗ്രഹങ്ങളെയും അത് സാധിപ്പിച്ചു തരും, അങ്ങയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഈ ഭൂതഭൃതേ നമ എന്ന ആ ഒരു നാമത്തെ തന്നെ അങ്ങ് ജപിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അദ്ദേഹം തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. പിന്നീട് ഇദ്ദേഹത്തെ ക്ഷേത്രത്തിൽ അധികം കാണാറില്ല. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിലെ വേറൊരു പ്രശ്നം രാമാനുജരുടെ മുമ്പിലെത്തി. പ്രശ്നം ഇതായിരുന്നു, നിവേദ്യപ്രസാദം ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്ക് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അതിൽ ഒരു പങ്കിന്റെ കുറവ് എന്നും കാണുന്നു. ഇത് 1-2 ദിവസമല്ല, കുറെ നാളുകളായിട്ട് അവർ ശ്രദ്ധിക്കുന്നു, അകത്തേക്ക് കൊണ്ടുപോകുന്ന നിവേദ്യം പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൽ നിന്നും അളവിൽ കുറവ് വരുന്നു. ഇതിലെന്താ കാരണം? അവരെല്ലാവരും കൽങ്കുഷിതമായിട്ട് ചിന്തയായി. രാമാനുജന്റെ മുമ്പിൽ എത്തി ഈ പ്രശ്നം. അപ്പോഴാണ് ആരോ പറഞ്ഞത്, നമ്മളുടെ ഇവിടെ ക്ഷേത്രത്തിൽ എന്നും വന്ന് ബഹളം അല്ലെങ്കിൽ കൂടുതൽ പ്രസാദം വേണമെന്ന് പചറിഞ്ഞുകൊണ്ടിരുന്ന ആ വൈഷ്ണവരെ ഇപ്പൊ കാണുന്നില്ല. ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് നിന്ന് ഒരു പങ്ക് നിവേദ്യവും കാണുന്നില്ല. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോഴാണ് രാമാനുജർക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. രാമാനുജരും തൻ്റെ ആ ക്ഷേത്രത്തിലെ അർച്ചകരും കൂടി ഇദ്ദേഹത്തെ കാണാനായിട്ട് പുറപ്പെട്ടു എന്നാണ്. കാവേരിയുടെ തീരത്ത് താമസിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ ഭവനത്തിന് സമീപത്ത് എത്തിയപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി ഇറങ്ങി വന്ന രാമാനുജരെയും കൂട്ടരെയും ഒക്കെ സ്വീകരിച്ചു. അപ്പോൾ രാമാനുജർ പറഞ്ഞു, ഇപ്പോൾ അങ്ങേ ക്ഷേത്രത്തിലേക്ക് കാണുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അങ്ങല്ലേ എന്നോട് സൂചിപ്പിച്ചത് ഭൂതഭൃതേ നമ എന്ന നാമം ജപിക്കാൻ. ഞാൻ അന്ന് മുതൽ ജപിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അങ്ങ് തന്നെ നിർദ്ദേശിച്ചിട്ടാണല്ലോ അങ്ങയുടെ ഒരു ശിഷ്യൻ എല്ലാ ദിവസവും ഭഗവാന്റെ പ്രസാദവുമായിട്ട് എൻ്റെ ഗൃഹത്തിൽ വന്ന് എനിക്ക് തരുന്നത്. അതുകൊണ്ട് ഈ പ്രസാദം എൻ്റെ ഗൃഹത്തിൽ ഇരുന്ന് എനിക്ക് കിട്ടുന്നത് കൊണ്ട് ഞാനിപ്പോൾ ക്ഷേത്രത്തിലേക്ക് അധികം വരാറില്ല എന്നേ ഉള്ളൂ. അപ്പൊ രാമാനുജർ അത്ഭുതപ്പെട്ടു, എൻ്റെ ശിഷ്യനോ, ഞാൻ പറഞ്ഞിട്ടോ? അപ്പോൾ ആകെ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് രാമാനുജർക്ക് ബോധ്യപ്പെട്ടത് സാക്ഷാൽ രംഗനാഥൻ തന്നെ ഈ രാമാനുജന്റെ ശിഷ്യനായിക്കൊണ്ട് തൻ്റെ ഭക്തന്റെ വാക്കിനെ സത്യമാക്കാൻ ആ രംഗനാഥൻ തൻ്റെ പ്രസാദത്തിന്റെ ഒരു പങ്ക് ആ വൈഷ്ണവരായിരിക്കുന്ന ആ ബ്രാഹ്മണന്റെ ഗ്രഹത്തിൽ കൊണ്ടെത്തിച്ചു കൊടുത്തു. ഇതാണ് ഭഗവാന്റെ ഭക്തരക്ഷ. ആ ഭഗവാൻ ഭക്തരക്ഷയെ സൂചിപ്പിക്കുന്നതാണ് ഭൂതഭൃതേ നമ എന്ന നാമത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ കഥ. ഇതാരാണോ ജപിക്കുന്നവര് അവരെ സാക്ഷാൽ ഭഗവാൻ തന്നെ സംരക്ഷിക്കുന്നതാണ്.
ഈ സൃഷ്ടി ചെയ്ത ഭഗവാൻ, ആ സൃഷ്ടിയെ സംരക്ഷിക്കുന്നതും ഇതേ ഭഗവാൻ തന്നെയാണ്. ഇത് തന്നെയാണ് മഹാഭാരതത്തിലെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്, യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാനാണോ ഇവിടെ ഒരു സൃഷ്ടി നടത്തിയിട്ടുള്ളത്, ആ സൃഷ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും ആ സാക്ഷാൽ ഭഗവാന് തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭൂതഭൃദേതമ എന്ന നാമം എല്ലാ സജ്ജനങ്ങളെയും ജീവിതത്തിൽ രക്ഷിക്കാറാകട്ടെ, എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യങ്ങളെയും തരാൻ ഭൂതഭൃദേ എന്ന നാമത്തിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 6ാമത് നാമത്തെ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു.